ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെയും ഗെയിമിങ് വീഡിയോസ് മാത്രമേ ഇട്ടുള്ളൂ. ഗെയിമിങ് മീൻസ് അതിൽ ഞാൻ ടെമ്പിൾ റണ്ണിൻ്റെ 2 ഫുൾ വീഡിയോ, പിന്നെ 6 അല്ലെങ്കിൽ ഒരു 7 ഷോർട്സ് ഇട്ടിട്ടുണ്ട് ടെമ്പിൾ റണ്ണിങ്. പിന്നെ ഒരു ഇതൊരു ചെറിയൊരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോളോ വ്ളോഗറിൻ്റെ ഒരു വീഡിയോ ഞാൻ അവൻ്റെ ചാനലിൽ നിന്ന് എടുത്ത് എൻ്റെ ചാനലിൽ വെറുതെ ഫണ്ണിങ് ചെയ്തിട്ടുണ്ട്. അത് അവൻ്റെ ചാനൽ അവൻ കളഞ്ഞു. അത് അവന് അവൻ ആ വീഡിയോ ഇഷ്ടപ്പെടാണ്ടൊക്കെ അവനത് കളഞ്ഞു. സോ ഇതിപ്പോൾ ഞാൻ ആക്കണത് നമ്മുടെ ടെറസിലാണ്, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അതാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താ പറയുക, സോളോ വ്ളോഗറിൻ്റെ ഒരു ഫസ്റ്റ് ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീട് മനസ്സിലാവും. അതായത് അവിടെയൊക്കെ അവന് ക്യാമറാമാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഞാനാണ്. അതിലവൻ പറഞ്ഞിട്ടുണ്ടാവും BGM ഗെയിമിങ് എന്ന്. പക്ഷെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി. കാരണം ഞാൻ കണ്ടൻറ്റ് ആദ്യം ഗെയിമിങ് മാത്രം വെക്കണം എന്ന് വിചാരിച്ച്, പിന്നെ വ്ളോഗിങ്ങും പിന്നെ ഈ ഗോസ്റ്റ് ഹണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആ ടൈപ്പ് എന്തെങ്കിലും വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേര് BGM ഗെയിമർ X ഗോസ്റ്റി X വ്ളോഗർ അങ്ങനെ ഒരു പേരിലിട്ടു. ഈ വ്ളോഗർ കഴിഞ്ഞിട്ട് X ഇടണമെന്ന് വിചാരിച്ചാണ്, പിന്നെ ഒരു ബോറാവും വിചാരിച്ച് അങ്ങനെ ചെയ്തില്ല. പിന്നെ സോളോ വ്ളോഗറിൻ്റെ ചാനലിൻ്റെ പേര് ശരിക്കും സോളോ വ്ളോഗർ എന്നല്ലായിരുന്നു, അബി വ്ളോഗ്സ് എന്ന് പറഞ്ഞു. അത് പിന്നെ അവൻ മാറ്റിയതാണ്. അബി വ്ളോഗ്സ് അടിക്കുമ്പോൾ വേറെ കുറേ ചാനലിൻ്റെ പേര് വരികയാണ് അവൻ്റെ ഒഴിച്ച്. ആ കാരണം കൊണ്ടാണ്. എനിവേ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്. ഓക്കെ, ഷെയർ കമൻറ്റ് ആ പരിപാടികളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ബട്ട് ലൈക്ക് ആൻഡ് സബ് അതിപ്പോൾ തന്നെ ചെയ്തോളൂ എല്ലാവരും. ബിക്കോസ് നമ്മുടെ ചാനലിലാകെ 5 സബ്ബേ ഉള്ളൂ. ഒരു സബ് നമ്മുടെ സോളോ വ്ളോഗർ തന്നതാണ്. അത് നമ്മുടെ ചാനൽ, കാരണം ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് നവംബർ 2024 നവംബറിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ നവംബറിൽ ഒറ്റൊരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാനൊരു വീഡിയോ ഇടണത് തന്നെ ഈ ഏപ്രിൽ 2025 ഏപ്രിലൊക്കെ ഓൾമോസ്റ്റ് അല്ല ഏപ്രിലല്ല, ഒരു അതിന് മുമ്പ് ഡിസംബറൊക്കെ എപ്പോൾ ഇട്ടുണ്ട്. അങ്ങനെ ഇട്ടുണ്ട് സംഭവം, വീഡിയോ ഇട്ടുണ്ട് അതിൻ്റെ. എനിവേ അങ്ങനെ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഈ സ്ഥലവും, അതായത് ആ തറവാടിൻ്റെ അവിടെ കണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ പോവാം. പിന്നെ ഈ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിന് ഉള്ളിലും പുറത്തൊക്കെ ഇരുന്ന് ജസ്റ്റ് കാണിച്ചു തരാനും. സോളോ വ്ളോഗർ എടുത്ത വീഡിയോയിൽ മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചെടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ 2 കമൻറ്റ് ഞാൻ, 1 കമൻറ്റ് അവൻ, പിന്നെ വേറെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആരാന്നറിയില്ല. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ റോഡ്. അതാണ് തെങ്ങുണ്ട്, ഒരു ഗേറ്റ് അവിടെ ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. വെറുതെ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്. സോ ഇവിടെ ഉണ്ട് ഒരു തെങ്ങ്, അവിടെ ഒരു മാങ്ങയുടെ മരമുണ്ട്. പിന്നെ ഇതുണ്ട് ഇവിടെ തെങ്ങ് ഒന്നും കൂടി ഉണ്ട്. ഇവിടെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താ പറയുക, സീസണൊക്കെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടൊക്കെ മാങ്ങയ്ക്കൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും കുറേ ഉണ്ട്. കാരണം ഏപ്രിലൊക്കെയാണ് കഴിച്ച് മാങ്ങയുടെ ഒരു സീസൺ, നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഇവിടത്തൊക്കെ പോയിരുന്നു, അവിടത്തൊക്കെ കുറേ ഉണ്ടാകുന്നതാണ്, പക്ഷെ ഇപ്പോൾ പോയി. പിന്നെ ഇവിടെ നമ്മൾ ഞാനും എൻ്റെ അമ്മയും ഇവിടെയാണ് പണ്ട് കിടന്നിരുന്നത്. ഇവിടെ ഒരു റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അവിടെ കിടന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം റൂം. അവിടെ ആക്ച്വലി ഞാൻ ഇപ്പോൾ അവിടെ കിടക്കാത്ത എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ അടിയിലാണ് കിടക്കാറ്. അടിയിൽ റൂമുണ്ട്, ജസ്റ്റ് തുറക്കാം നമുക്ക്. കണ്ടോ, ഇതാണ് ആ റൂം. ഇവിടെ ഒരു അലമാറ 2 ഉണ്ട്, കണ്ടോ അലമാറുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ആ റൂം. അവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇവിടെ ഒരു സംഭവം കൊണ്ട് ഈ മെറ്റീരിയൽ അങ്ങനെ കട്ടിലുണ്ട്, ഒരാൾ കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിൽ. പിന്നെ ഒരു ചെയറുണ്ട്. ഇത് പിന്നെ ഒരു അബാഗസിൻ്റെ സാധനം എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്, പൊട്ടിപ്പോയി. സോ ഇത് പിന്നെ ഒരു കളിക്കണ ഒരു വണ്ടിയുടെ ഒരു ഇതാണ്. നമ്മുടെ ഇത് എല്ലാവർക്കും അറിയണ്ടാവും, മറ്റേ പുകയൊക്കെ പോകുന്നത്. അതാണ് ഇവിടുത്തെ തൊടി. അവിടെ ഒരു വാഴ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഓക്കെ,
സോ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാവും, അത് ഉറപ്പാണ്. സോ സോറി ഫോർ ദാറ്റ്. അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി. കാരണം അത് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിപ്പോൾ ഒരു ഫസ്റ്റ് ഒന്നുമില്ല, ഇതൊരു 50 അല്ലെങ്കിൽ 60 അങ്ങനെ വ്ളോഗ്സൊക്കെ, അതായത് കുറേ എടുത്ത് കുറേ വ്ളോഗ്. ഇതിപ്പോൾ ഏതെങ്കിലും അങ്ങനെ ഒരു വ്ളോഗാണെങ്കിൽ ഓക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് ഒക്കെ ശരിയുണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞ് മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ ഈ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് അങ്ങനെ വരികയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, അതൊക്കെ സ്ഥിരമുള്ളൊരു പ്രശ്നമാണ്. ഇനി നമുക്ക് ജസ്റ്റ് സൂര്യൻ ബ്രോനെ കാണാം. അത് പറ്റൂല ഗൈസ്, ആ മരങ്ങളുടെ ഇടയിൽ പെട്ട്. ഓക്കെ ദാറ്റ്സ്. പിന്നെ അവിടെ നമ്മുടെ നൈബേഴ്സിൻ്റെ വീടാണ്. റെഡ് കളറിൽ അവിടെ ഒരു ഇത് കണ്ടോ. ഓക്കെ സോ ഇവിടെ ഒരു കിണറുണ്ട്, പിന്നെ ഇവിടെ ഒരു ടാങ്കുണ്ട്. അവിടേക്ക് നമ്മൾ ഇറങ്ങിയിട്ടൊരു വീഡിയോ എടുക്കുക. ആ വീടിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഇവിടേക്കും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാമെന്ന്. ബട്ട് അത് ഞാൻ പിന്നൊരു വീഡിയോ ചെയ്യാം, വ്ളോഗിൻ്റെ സെക്കൻഡ് വ്ളോഗിൽ നമ്മൾ ചെയ്യാം. ഇതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ആ നൈബേഴ്സിൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരു തൊടിയ പറമ്പെന്താണ് ആ പറമ്പ്. അവിടെ വാഴ, തെങ്ങ്, പിന്നെ വേറെന്തൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഒരു തിരുമ്പണ കല്ലുണ്ട്, ഫോൺ വീണ അമ്മേനെ ചൂല് കൊണ്ട് തല്ലിക്കൊല്ലും. സോ നമ്മൾ വീഴ്ത്തിയിടാതെ നോക്കണം ഫോണ്. ഒരു ട്രൈഡ് ബോർഡ് മറ്റേ പിടിക്കാൻ സംഭവിച്ചു, അതില്ലാത്തതുകൊണ്ടൊക്കെ സീനാണ്. ഇവിടെ ഒരു ഇതുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ കളിക്കുമ്പോൾ ഞങ്ങൾ പണ്ട് ക്രിസ്മസ് എന്തെങ്കിലും വരുമ്പോൾ ഇവിടെ മഴ പെയ്ത് വെള്ളം നിറയുമായിരുന്നു. അങ്ങനെ ക്രിസ്മസ് അങ്ങനെയൊന്നും ഇല്ല, മഴ എപ്പോൾ വേണമെങ്കിൽ പെയ്യും. പിന്നെ ഈ മെയ് ജൂൺ അങ്ങനെയുള്ളൊരു കുറേ മാസങ്ങൾ അധികവും പെയ്യുക. അപ്പോൾ പെയ്യണ സമയത്ത് ഇവിടെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളിവിടെ സുയി പറഞ്ഞ് കളിക്കാറ്, അല്ലെങ്കിൽ എൻജോയ് കളിക്കാറ്. അപ്പം ഞങ്ങൾ ബീച്ച് ബീച്ചാണ് ശരിക്കും. ബീച്ചിൻ്റെ ഓണറാവുന്ന പറ്റില്ല. ഞാൻ ബീച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റായിട്ട് സാധനമൊന്നുമല്ല, അങ്ങനെ ഇതൊന്നും അല്ലല്ലോ. സോ അതുകൊണ്ടൊക്കെ തന്നെ ദിസ് ഈസ് നമ്മളിവിടെ പിന്നെ ഈ ഇലകൾ വീണ് അതിലെ ചളി വീണ് ചളിയൊക്കെ നിലത്ത് പറ്റി മഴ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ പടർന്ന് ഇങ്ങനെ ഇതാണ് അത്. ഇങ്ങനെ നമ്മളെ കാല് ചവിട്ടില്ല ചളി, എന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് ആയി. അങ്ങനെ ശരിക്കും ഇവിടെ നല്ല പെയിൻ്റ് ഇവിടെ ഈ വീട്ടിൽ കുത്തിയ വരയല്ല എൻ്റെ പാടും, പിന്നെ ഈ ചളി എന്തൊക്കെ ആയിട്ട് പെയിൻ്റ് അടിച്ചത് തന്നെയാണ്. ബട്ട് ഇപ്പം ഇങ്ങനെ ആയിരുന്നുള്ളൂ. ഇത് പിന്നെ നമ്മുടെ കുടുക്കയാണ്. പൊളിച്ചു പൈസ നമ്മൾ വേറെ കുടുക്കയ്ക്ക് ഇട്ടു. അതിപ്പോൾ എണ്ണിയൊക്കെ വേണ്ടിയിട്ടാണ്. സോ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. ഞാൻ ടെമ്പിൾ റണ്ണിൻ്റെ ഇടണോ, നെക്സ്റ്റ് വ്ളോഗ് ഇടണോ? ഞാൻ ഇപ്പോൾ ഇടാത്തൊരു കണ്ടന്റ് ഉണ്ട്, ഗോസ്റ്റ് വീഡിയോ. വീഡിയോ നല്ലത് ഗോസ്റ്റിൻ്റെ ഇത് ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഒരു ഹണ്ട് ഇപ്പോൾ നമ്മൾ എവിടെ ചെയ്യാനാ? എവിടെയാണ് ഗോസ്റ്റ്? നമ്മൾ വല്ലയിടത്തേക്കും വല്ല വണ്ടി വിളിച്ച് പോയിട്ട് ഹണ്ട് ചെയ്യണം, എന്നാൽ ചിലപ്പോൾ എന്നെ ഗോസ്റ്റ് ഹണ്ട് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ സോളോ വ്ളോഗറിനെ കൂട്ടി പോകും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ എവിടെയാണ് ഗോസ്റ്റ് ഉള്ളത് നമുക്കറിയത്തില്ല. വേണമെങ്കിൽ സ്നാപ്ചാറ്റ് എടുത്തൊരു ഫിൽറ്റർ ഓണാക്കിയിട്ട് ഗോസ്റ്റിനെ നമുക്ക് ഹണ്ട് ചെയ്യാം, അതുവല്ല നടക്കും. സോ ഹിയർ ഈസ് അവർ ഫുൾ കണ്ടോ, മൊത്തത്തിലൊരു വ്യൂ ആണ്. ആൻഡ് എന്താ പറയുക, ഒരു സെക്കൻഡ് ഗൈസ്. ഓക്കെ ഗൈസ്, അത് നമ്മുടെ ചെറുതായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഫോണിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ റെഡിയായി. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഉണ്ടാവും, എനിക്ക് ഈ ചാനൽ മാത്രമല്ല ഒരു ചാനലും കൂടി ഉണ്ട്. പക്ഷേ ചാനൽ ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ആ ചാനൽ വേറൊരു ഫോണാണ്. എൻ്റെ വേറൊരു ഫോണിലാണ് ഉള്ളത്. അത് എൻ്റെ അല്ല, എൻ്റെ അമ്മയുടെ കേട്ടോ. ബട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പോയിട്ട് ഇപ്പോൾ നേരെയാക്കാൻ കൊടുത്തൊക്കെയാണ്. ഒരു 2000 ഉണ്ടെങ്കിൽ നേരേക്ക് കിട്ടും. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാനൽ റൺ ചെയ്യണമെങ്കിൽ എൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു ഇതുണ്ട് തൽക്കാലം. ഇങ്ങനെയെങ്കിലും ഇപ്പോൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എങ്ങനെയെങ്കിലും പറ്റൊക്കെ ചെയ്യും. പക്ഷേ ചെയ്യാത്തത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാരണം ഒരേ സമയം ഒറ്റ ഫോണപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എൻ്റെ അമ്മയുടെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ചാനൽ ഞാൻ ഫോൺ റെഡിയായ ചാനൽ അതിൽ അത്രയ്ക്ക് വലിയ വ്യൂസൊന്നുമില്ല. ഇതിലുള്ള പോലെ 500, 300, 200, 37 വ്യൂസൊന്നും കിട്ടാറില്ല. അതിൽ വരുന്ന വ്യൂസ് 17, 10 വ്യൂസാണ്. കണ്ടൻറ്റ് അങ്ങനെയാണ് അതിൽ വരുന്നത്.
ഞാൻ ഓസ്റ്റ ടൈം എന്നാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഓസ്റ്റ കണ്ടിരിക്കാം, ഒറിജിനൽ സൗണ്ട് ട്രാക്ക് കണ്ടിട്ട് എല്ലാവരും പിടിച്ചത്. പിന്നെ ഇവിടെ ഒരു കാര്യം കാണിച്ചു, നമ്മുടെ AC ഇൻവെർട്ടർ AC അടിയിലാണ്. ഞാൻ പറഞ്ഞു വേറൊരു വ്ളോഗ് എടുക്കാം. ഞാൻ സെക്കൻഡ് വ്ളോഗ് 12-ാം തീയതി ഞാൻ ഈ മാസം ഇടാം. 12-ാം തീയതി നമ്മുടെ സോളോ വ്ളോഗർ വരും. പിന്നെ സോളോ വ്ളോഗറുടെ ചാനലിൽ പോയി പുതിയ വീഡിയോ ഇതുവരും ഒരു പുരോഗതി വന്നിട്ടില്ല. ഒരു ഫുൾ വീഡിയോ 2 ഷോർട്ട് വീഡിയോയിലും അവിടെ ഒക്കെയാണ്. എന്താ കാര്യം എന്നറിയില്ല. പുള്ളിക്കാരൻ FF കളിക്കും, അത് ഫ്രീ ഫയർ കളിക്കും, ഞാനും കളിക്കും. ഇപ്പോൾ അവൻ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കളി. അവൻ അത് യൂട്യൂബിലുണ്ട് കുറേ ഫ്രീ ഫയർ അടിപൊളിയാണ്, അങ്ങനെ കുറേ കേട്ട് അങ്ങനെ അപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് ഇവിടെ കളിച്ചുകൂടാന്ന്. അപ്പോൾ അങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് താഴത്തേക്ക് പോകണമെന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വ്ളോഗാണ്ട് പിന്നെ ഈ ഒരു ഇതൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ കണ്ടുവച്ചിട്ടാണ്. പിന്നെ ഇവിടെ ആക്ച്വലി എന്താ പറയുക, ഈ വീട്ടിലല്ലാതെ ഞങ്ങൾ താമസിച്ചിരുന്നു പണ്ട്. ഇതുകൊണ്ട് അവിടെയായിരുന്നു. അവിടെ പിന്നെ ഇപ്പോൾ ഇവിടേക്ക് ഈ വീട് വെച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് താമസം മാറി ഇവിടേക്ക് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇല്ലായിരുന്നു പണ്ടൊക്കെ. ഏകദേശം ഒരു 2-3 വർഷം മുമ്പൊക്കെ, 1 വർഷം മുമ്പൊക്കെ ഏകദേശം ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഒരു അടുക്കള ഇങ്ങനെ ഇവിടെ ആയിട്ടൊരു അങ്ങനെ ഒരു അടുക്കള ഉണ്ടായിരുന്നു. ബട്ട് അത് പൊളിച്ച് കളഞ്ഞു. കാരണം പൊളിക്കാതിന് വീഴണ രീതിയിൽ, അതൊരു വൃത്തികെട്ടിൽ അങ്ങനെ ആകെ നിൽക്കുകയായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ സെറ്റാക്കി. പിന്നെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് വേണം, അവിടെയൊക്കെ ഉണ്ട് പെയിൻ്റ് അടിച്ച് ഓടൊക്കെ പുതിയത് വെച്ച് വേണം, ഓടൊക്കെ പൊട്ടി പൊളിഞ്ഞ് ആകെ ആ ഒരു ഇതിലായിരുന്നു. ഒക്കെ റെഡിയാക്കി. പിന്നെ ഇവിടെ ഒരു ഡോറ് കണ്ടപ്പോൾ നിങ്ങൾ, ആ ഡോറല്ലായിരുന്നു ശരിക്കും, അവിടെ ഇല്ലായിരുന്നു. കാരണം ഇങ്ങനെയായിരുന്നു ഇവിടെ. അതായത് ഒരു സാധനങ്ങൾ വീണ് TV സ്റ്റാൻഡ് അവിടെ ആയിട്ടൊക്കെ ആയിരുന്നു ഒരു വാലുണ്ടായിരുന്നത്. ഒരു മരത്തിൻ്റെ പൊട്ടി ലോക്കൊക്കെ പൊട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടി വെച്ച ഒരു വാലായിരുന്നു അപ്പോൾ ഇവിടെ പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനും ഒരു കാര്യം ഉണ്ടായത്, അവിടെ ഒരു വാതിലുണ്ടായിരുന്നു മരത്തിൻ്റെ വേറെ, അത് എടുത്ത് കളഞ്ഞ് അതായത് മെയിൻ ഡോറിലുണ്ട് ഒരു വാതിലുണ്ട്, അത് മരത്തിൻ്റെ ഒരു വലിയ ഇഷ്യൂസൊന്നും ഇല്ലാത്തത്. അതാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. ആ വാതിൽ നേരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അവിടെ പോയി വേറെ ഇപ്പോൾ വാല് വെക്കേണ്ടതെന്ന്, പുതിയത് വെക്കേണ്ടതെന്ന് വെച്ചു. ഒരു ഫ്ലാറ്റ് ഡോറൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ, അതായത് കണ്ടിട്ടുണ്ടാവില്ലോ, അതായത് നമുക്ക് ആരാ വന്നൊരു ഹോളിൽ കൂടെ എത്തി നോക്കാൻ പറ്റുന്നത് അതുപോലൊരു അങ്ങനെ ഒരു വാല അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ അടുത്ത വ്ളോഗ് കാട്ടണം വിചാരിച്ചത് തന്നെയാണ് ഈ വ്ളോഗിൽ. ബട്ട് ഫസ്റ്റ് വ്ളോഗായത് തന്നെ കുറച്ച് പറയുമ്പോൾ വല്ലതും തെറ്റിപ്പോകുന്നുണ്ട്. കാരണം ഇറ്റ്സ് എ ഫസ്റ്റ് വ്ളോഗ്. ഇതിൻ്റെ മോനെ കല്ല് കുഴപ്പമായിട്ട് കുഴപ്പമില്ല. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നമ്മുടെ സോളോ വ്ളോഗറിന് കുറച്ച് ലൈക്കും സബ്സ്ക്രൈബും എനിക്ക് തരണ പോലെ തന്നെ കൊടുക്കുക. കാരണം അവൻ്റെ ഫസ്റ്റ് വീഡിയോയിലാവും പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് നിങ്ങൾ മാക്സിമം ലൈക്കും സപ്പോർട്ടും. ഈ മാക്സിമം ഇനിയിപ്പോൾ എവിടേക്കാവോ. സോ അവൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക. അവൻ്റെയും വീക്ക് തന്നെയാണ്, എൻ്റെയും വീക്കാണ്. ആ കാര്യം ശരി തന്നെയാണ്, നിങ്ങൾ ലൈക്കും സബ്ബൊന്നും ചെയ്യാണ്ട്. സോ ഡു ഇറ്റ്. ഇപ്പം തന്നെ ലൈക്കും സബ്ബും ചെയ്യുക. നിങ്ങൾ ഷെയർ അത് ചെയ്യണം, കമൻറ്റ് ചെയ്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഷെയർ ചെയ്താലല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, സബ്ബൊക്കെ ചെയ്യുള്ളൂ. സോ ഡു ദാറ്റ്. ആൻഡ് ഈ ഫസ്റ്റ് വ്ളോഗ് തന്നെ അധികം പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയണമല്ലാതെ കാട്ടണമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. സെക്കൻഡ് വ്ളോഗ് നമ്മൾ കുറേ കാര്യം കാട്ടാതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നിങ്ങൾ സോളോ വ്ളോഗറിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ പോയി കാണുക, എന്നിട്ട് ഇത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേങ്ങ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എന്താ ഞാൻ പറയണമെന്ന് വെച്ചാൽ, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കിള്ളിക്കാവ് പൂരത്തിൻ്റെ ഒരു സീന് വീഡിയോ തന്നെ ഇടണമെന്ന്. ഞാനും അത് തന്നെ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഞാനും അവനും വിചാരിച്ച പോലെയല്ല. ഫസ്റ്റ് നിങ്ങൾ എന്താണ് അന്ന് ആ പൂരത്തിൻ്റെ ഒരു സീൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ലേസിനെസ്, ഇത് മടി പിടിച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ ശരിയാവുമല്ലോ ഒക്കെ കട്ടാവ, പിന്നെ ചില സമയത്ത് വീഡിയോ ഓണാക്കാതെ ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറേ കാര്യം. പക്ഷേ ഒരുവിധം റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ള റെക്കോർഡിങ്ങൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ അന്നിടാൻ പറ്റാത്ത വീഡിയോ ഞാൻ ഈ മാസം തന്നെ പറ്റും കൂടാ. പക്ഷെ അന്നിടേണ്ട വീഡിയോ ആണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ റീസൺസ്, അതുകൊണ്ടൊക്കെ തന്നെ അന്നിടാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു പന്തൽ, അവൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പന്തലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കൊണ്ടുപോയി. ഇനി നമുക്ക് നെക്സ്റ്റ് പൂരത്തിന് ആ പന്തൽ ഇവിടെ വീണ്ടും വരും. നെക്സ്റ്റ് പൂരത്തിന്
ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങും. കാരണം എൻ്റെ ചാനലിൽ ഞാൻ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് തന്നെ ഒരു ജനുവരി ഫെബ്രുവരി ആയിട്ടൊക്കെ ആയിരിക്കും. അതുവരെ ഞാൻ എൻ്റെ ചാനൽ അവിടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. പിന്നൊക്കെ ആക്ടിവേറ്റ് ആക്കിയതാണ് ഞാനതിനെ. സോ അങ്ങനെ തന്നെ നമുക്ക് അടിപൊളി ആകാശമൊക്കെ സീനല്ലേ. പിന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വാറും ഇതൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യ വാർ നടക്കുകൊണ്ട് തന്നെ ഈ നമ്മൾ ഈ ബ്ലാക്ക് ഔട്ട് പിന്നെ അതൊക്കെ ഇല്ലേ, അത് ഇവിടെ ഒന്നും ഇല്ല. കാരണം ഇവിടേക്കൊന്നും വന്നിട്ടില്ല ഇതുവരെയും. വന്നാൽ പിന്നെ ലൈറ്റ് ഇട്ടാൽ അറിയാലോ. പിന്നെ ഞാൻ ഡ്യൂഡ് തെഫ്റ്റ് വാർസിൻ്റെ ഒരു മലയാളം വീഡിയോ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യൂന്ന് 2 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല, ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഷെയറൊന്നും ഇല്ല. ഈ കാര്യം കൊണ്ട് തന്നെ ഞാൻ ആ മലയാളം വീഡിയോ എടുത്ത് തൂക്കി എറിഞ്ഞു. അതുമാത്രമല്ല, വിൻ്റർ വേസ്റ്റ്ലാൻഡ് പറഞ്ഞിട്ടൊരു ഇത് ഞാൻ ടെമ്പിൾ റണ്ണിൻ്റെ ഒരു സീരീസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 2 എപ്പിസോഡ് അതിൽ പെട്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാതെ ഒരു ഗെയിം പ്ലേ മാത്രം. രണ്ടാമത്തേൽ ഞാൻ മലയാളത്തിലൊരു ഗെയിം പ്ലേ ഉണ്ട്. അതിൽ ഞാൻ ഹീസ്റ്റർ അതൊക്കെ പറഞ്ഞു, അത് പൊട്ടത്തരം കാട്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വിൻ്റർ വേസ്റ്റ് ലാൻഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലറിയാം. ടെമ്പിൾ റൺ 2 കളിച്ചവർക്ക് അറിയുന്നുണ്ടാവും, വിൻ്റർ വേസ്റ്റ് ലാൻഡ് മാപ്പ് അറിയുന്നുണ്ടാവും. സോ ആ മാപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. പക്ഷേ ഈ ഡ്യൂഡ് തെഫ്റ്റ് വാർസിൻ്റെ പോലെ തന്നെ ഒരു പുരോഗതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതും കളഞ്ഞു. പക്ഷേ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് വിൻ്റർ വേസ്റ്റ് ലാൻഡിൻ്റെ, അത് കാണാത്തവർ പോയി കാണുക. പിന്നെ ഞാൻ എൻ്റെ ചാനലിലിട്ട വീഡിയോസ് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇവനെന്താ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാട്ടുന്നു, ഞാൻ അടുത്തൊരു ഉറപ്പാണ് കഴിച്ചു ഇങ്ങനെ ഞാൻ അത് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഇതിലായിരിക്കും. എനിവേ അതെന്നെ ഞാൻ ഈ ചാനലിനെ കുറിച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ സോളോ വ്ളോഗറിന് അങ്ങനെ അത് ഡിലേ കാര്യം എന്താണ്, പിന്നെ ജസ്റ്റ് ഒന്ന് കാട്ടുക, അതൊക്കെയാണ് ഉള്ളൂ. അല്ലാതെ മെയിനായിട്ട് കുറേ കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. സോ അതുകൊണ്ടാണ്, അല്ലാതെ അറിയാലോ. പിന്നെ ഞാനെന്താ പോയി ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഫേസ് റിവീൽ സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു 1K സബ്ബൊക്കെ അതിപ്പോൾ ഒരുവിധം അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഈ ഒരുവിധം ഗെയിം ഡെവലപ്പേഴ്സൊക്കെ അതിപ്പോൾ നിങ്ങൾ ഗാർഡൻ ഓഫ് ഫാൻമാൻ പറഞ്ഞ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, വീഡിയോ ഗെയിമാണ്. ഡെവലപ്പേഴ്സ് ഇൻഫോറിക് ബ്രദേഴ്സ് അവർ ഇതുവരെ അവരുടെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. കുറേ ഗെയിം പിന്നെ ഗീവ് അവേസ് നടത്തി അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു രീതിയിൽ അവർ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാനെപ്പോഴാണ് ഫേസ് റിവീൽ ചെയ്യാന്നൊക്കെ. നിങ്ങൾക്കൊരു ചോദിക്കാനൊന്നും ആരും പോകണില്ല കമൻറ്റ് ബോക്സ് വന്നിട്ട് എനിക്കറിയാം. കാരണം വ്യൂസ് 17-10 വ്യൂസ് വന്നെങ്കിലും ഒരാൾ പോലും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. കമൻറ്റ് നിർബന്ധമല്ല, നിങ്ങൾ അത് ചെയ്യണം എന്നില്ല. പക്ഷെ ലൈക്കും സബ്ബൊക്കെ ചെയ്യുക, നമ്മുടെ ചാനൽ മുമ്പോട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ മറ്റേ നമ്മുടെ വ്ളോഗറില്ലേ, എന്താണ് അവൻ്റെ പേര്, അക്ഷയ് വ്ളോഗറല്ല, സോളോ വ്ളോഗർ അവൻ ഇടാൻ കാരണം സോളോ വൈനറിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആ സോളോ എടുത്തിട്ട് അവൻ വ്ളോഗർ ഇട്ടു. ആദ്യം സോളോ വ്ളോഗർ നല്ല ഇട്ടുണ്ടായിരുന്നു. ആദ്യം അവൻ ഇട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഒരു എന്തായിരുന്നു സോളോ ബോയ് അങ്ങനെ എന്തൊക്കെയായിരുന്നു. പിന്നെ സോളോ FF കില്ലർ അങ്ങനെ എന്തൊക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൽ 5 വട്ടം പേര് വെച്ച് അത് കളഞ്ഞ് 6ാമത്തെ പേരാണ് നിങ്ങൾ പറയണം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ സോളോ വ്ളോഗർ. ഇനിയിപ്പോൾ അത് മാറ്റുമെന്ന് ആർക്കറിയാം. അവനെന്തീ പേര് മാറ്റണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആക്ച്വലി 2 വട്ടം എൻ്റെ പേര് ചാനലിൻ്റെ ഒരു വട്ടം ഒറ്റൊരു വട്ടം എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുള്ളൂ. 2 വട്ടം. ആദ്യത്തെ പേര് എൻ്റെ അമ്മയുടെ പേരും പിന്നെ Gmail ID അങ്ങനൊരു പേരായിരുന്നു. അത് ഒരുവിധം ഇപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങാൻ പോവുകയാണ്, നിങ്ങളുടെ Gmail ID ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഫസ്റ്റ് നിങ്ങളുടെ അങ്ങനെ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിനെ ചേഞ്ച് ചെയ്ത് ഇതാക്കി. പിന്നെ 2ാമത്തെ വട്ടം ഒന്നും കൂടി ചേഞ്ച് ചെയ്തു. 2 വട്ടം അവൻ എക്സ്ട്രാ 3 എടുത്തു. ചേഞ്ചിങ് 5 എടുത്തു. പക്ഷെ സബ് അവൻ 5 എടുത്തില്ല, 3 എടുത്തുള്ളൂ. ലൈക്ക് ലെസ്
സോ ഞാൻ ഒന്നും കൂടി പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുമ്പോൾ ഞാൻ കാണാതെ പോകണ്ട. കാണുന്നുണ്ടെങ്കിൽ സബ് ലൈക്ക് ഷെയർ കമൻറ്റ്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഓക്കെ, പിന്നെ ഇതൊക്കെ കണ്ടോ ഓനി. സോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇത്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും നമ്മളുടെ സോളോ വ്ളോഗർ നിങ്ങൾ കണ്ടവർക്ക് അറിയുന്നുണ്ടാകും. അവനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു ഫ്രീ ഫയറിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യനൊക്കെ കൊള്ളാം, പക്ഷേ അവൻ ചോദിച്ച ക്വസ്റ്റ്യൻ അന്ന് ഇട്ട സമയത്തൊരു ഈവെൻ്റ് ഉണ്ടായിരുന്നു ഫ്രീ ഫയറിൽ. അതിൻ്റെ പേരെന്തായിരുന്നു എന്നായിരുന്നു അത് ആ വീഡിയോയിൽ. ബട്ട് അവൻ ഈവെൻറ്റിൻ്റെ പേര് എന്താ ചോദിച്ചൊക്കെ ഓക്കെ, ബട്ട് കമൻറ്റ് ബോക്സ് ഓണല്ലായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോയിൽ ലെങ്ത് 28 സെക്കൻഡൊക്കെയാണ്. അത്രയും കുറഞ്ഞ ലെങ്ത്ത് പറഞ്ഞാൽ അറിയുണ്ടാവുമല്ലോ. കമൻറ്റ് വരില്ല, കാരണം അത് ചെറിയസ്റ്റ് ഒരു വീഡിയോ മാത്രം ആകും. അതുകൊണ്ട് തന്നെ സോറി ഒരു സെക്കൻഡ്. അത് നമ്മുടെ ഒരു ഫ്രണ്ട് കോൾ ചെയ്തതാണ്. ഓക്കെ, നമ്മൾ വെള്ളമൊക്കെ കുടിച്ച സമയം കൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് വന്ന് റെഡിയായി. പിന്നെ ഈ സെക്കൻഡ് വ്ളോഗിന് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം നമുക്ക്. ഇതിന് സ്ക്രിപ്റ്റും ഒരു കൊല്ലം ഞാൻ ചെയ്തിട്ടില്ല, നേരെ ജസ്റ്റ് ഒരു വ്ളോഗ് ഇങ്ങനെ എടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാണാൻ, കാരണം പ്രത്യേകിച്ച് അത്രയ്ക്കൊന്നും ഇല്ല വീഡിയോയിൽ. അതിപ്പോൾ നോർമലി ഒരു വ്ളോഗ് പോലെ അത്ര ഇൻട്രസ്റ്റ് ആയി നിങ്ങൾക്കൊന്നും തോന്നുന്നുണ്ടാവില്ല. സോറി ഫോർ ദാറ്റ്, കാരണം എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു 16 വ്ളോഗോ 18ാമത്തെ വ്ളോഗോ അത് അങ്ങനെ അത്യാവശ്യം ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ വീഡിയോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആവില്ല എനിക്കറിയാം. ബട്ട് ഗൈസ് പ്ലീസ് ലൈക്ക് സബ്. ഓക്കെ, സോ എനിവേ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്ബൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ സോളോ വ്ളോഗറിൻ്റെയും എൻ്റെയും ചാനൽ അറിയാലോ, സബും ലൈക്കൊക്കെ ചെയ്യുക, ഉഷാറാക്കുക. പിന്നെ ആ ടിവിയുടെ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെ വീണെന്ന് എനിക്കറിയില്ല. വല്ല പൂച്ചയൊക്കെ നായ എന്തെങ്കിലും അടി കൂടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോർമലി എന്ന് നടന്നപ്പോൾ വീണത് ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായാലും. പിന്നെ ഞാൻ ഫോണൊക്കെ നേരെ പിടിക്കട്ടെ, ഇവിടെ ഒന്ന് കാട്ടിത്തരാണ്ടോ. ഇവിടെയാണ് നമ്മുടെ ഇത് നമ്മുടെ ടെറസിൻ്റെ അല്ല കഴിച്ച് ഇവിടെ ഉണ്ട് മാങ്ങ. സൂം ചെയ്ത് കാട്ടിത്തരാം. അതാ മാങ്ങ ഉണ്ട്, അതായിരിക്കും കണ്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എവിടെയാണ് എവിടെ പോയി അവിടെ കണ്ട് വെച്ച് മാങ്ങ ഉണ്ട്, 2-3 എണ്ണം ഉണ്ട്. 1 2 3 4 5 5 6 ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടില്ല വെച്ചത്. ഇവിടെ ഒരു പെൻസിലും ഉണ്ട്. പിന്നെ സോ ദാറ്റ്സ് ഇറ്റ്. സോ എനിവേ നമ്മൾ പിന്നെ ഈ ചാനൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കണ്ടൻറ്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ലാസ്റ്റിൻ്റെ പറഞ്ഞ ഒരു ചാനൽ കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ നേരത്തെ ഒരു ചാനൽ കൂടി ഉണ്ടായിരുന്നു. ആ ചാനലിലെ പോലെ ഒരു ഓസ്റ്റ ടൈപ്പ് അങ്ങനെ ഇതിടണം വിചാരിച്ചതാണ്. പക്ഷേ അതിൽ വലിയ ഒരു ഇതൊന്നുമില്ല, വ്യൂസും കുറവാണ്. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു അടി അങ്ങോട്ട് കൂടുന്നില്ല. ഇതിലിപ്പം കൂടുന്നില്ല, പക്ഷെ നിങ്ങൾ സബ് ചെയ്താൽ കൂടും. പക്ഷേ വ്യൂസ് ഉണ്ടായിരുന്നില്ല, ആ ചാനലിൽ വ്യൂസ് കുറവായിരുന്നു. പറയാമല്ലോ, നല്ല കുറവ് തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാം നമുക്ക് 1000 വ്യൂസൊക്കെ കിട്ടണം എന്നുണ്ട്. 1000 വ്യൂസൊക്കെ കിട്ടിയാൽ കഴിച്ച് നമുക്ക് ചായ വട കഴിക്കാം. ഞാൻ വെറുതെ പറഞ്ഞത് കഴിച്ച്. ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ എന്തോ ശബ്ദം കേട്ട് പ്രേതമായിരിക്കും. ഗോസ്റ്റ് വീഡിയോ ഒക്കെ നമുക്കെന്നാ അത് ഞാൻ ഇപ്പോൾ നമുക്ക് ഗോസ്റ്റ് വീഡിയോ ഞാൻ വല്ല കണ്ടൻറ്റൊക്കെ റെഡിയാക്കി എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കട്ടൊക്കെ ഒരു സെറ്റപ്പൊക്കെ ഇതാക്കിയിട്ട്. ഐ മീൻ എന്താ ഇപ്പോൾ ഒരു ഗോസ്റ്റിൽ എന്താ ചെയ്യുകയൊക്കെ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അൺബോക്സിങ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത് നമ്മുടെ കണ്ടൻറ്റിൽ, ഈ ചാനലിൽ ഒരു അങ്ങനെ കണ്ടൻറ്റ് കൂടി വെക്കണം. പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ എന്താ അൺബോക്സ് ചെയ്യാൻ വീഡിയോ പോയിട്ട് വല്ല മുട്ടായി അൺബോക്സ് ചെയ്യാം. കഴിച്ച് നമ്മൾ കഴിക്കാം വാങ്ങിച്ച് കഴിഞ്ഞാൽ ഫണ്ടാസ്റ്റിക്കാണ്. അത് വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് എത്ര സെക്കൻഡ്സ് വരുന്നത് കണക്കറിയാം. കുറച്ച് മിനിറ്റേ ഉണ്ടാവുള്ളൂ, കൂടിപ്പോയൊരു 3-4 മിനിറ്റ് എത്ര.
പിന്നെ നമ്മുടെ സോളോ വ്ളോഗറിൻ്റെ ചാനൽ പോയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ഇടാൻ. 3 വീഡിയോ ഇട്ടപ്പോൾ ചാനൽ 1 മില്യൺ അടിക്കും വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം കഴിഞ്ഞ് ഐ മീൻ നല്ല ഇത് അപേക്ഷിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാനലിൽ സബ് ചെയ്ത് തകർക്കാൻ. ആ വീഡിയോൻ്റെ ക്ലിപ്പ് നിങ്ങൾക്ക് അത് ക്ലിപ്പല്ല, നിങ്ങൾ പോയി കണ്ട ഞാൻ വേണമെങ്കിൽ ഇതിലിടാം, എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ സെറ്റാക്കുള്ളത്. സോ സബ് ശരിക്കും അത്രയ്ക്കൊന്നും പറയേണ്ടതില്ല. അവന് ഫസ്റ്റ് വ്ളോഗുണ്ട് അങ്ങനെ ഒരു ഇതിൽ പറയണതാണ്. ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവൻ എന്നെ പ്രാഗുണ്ടാവും ഇരുന്നിട്ട്. കാരണം ഞാൻ പറയണത് അവനെ കളിയാക്കിയിട്ടാവും. ബട്ട് അതിൽ അത്രയ്ക്ക് ഇത് ഫസ്റ്റ് വ്ളോഗാകുമ്പോൾ എല്ലാവർക്കും പറഞ്ഞ ഒരു കാര്യം അങ്ങനെ പ്രശ്നം തന്നെയാണത്. അതിപ്പോൾ ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഞാൻ പിന്നെ വീഡിയോ കാട്ടാം. അത് സെക്കൻഡ് വ്ളോഗൊന്നും ആവില്ല. വേറൊരു 3rd വ്ളോഗോ 4th വ്ളോഗോ വ്ളോഗിലിടുക. പിന്നെ സീരീസ് അല്ല, ജസ്റ്റ് ഒരു നോർമൽ വ്ളോഗ് സൈസ് അങ്ങനെ ഇത്. പിന്നെ ഞാൻ 2 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചാനലിൽ. ഒന്ന് ഡ്യൂഡ് തെഫ്റ്റ് വാർസിൻ്റെയും ഒന്ന് ടെമ്പിൾ റണ്ണിങ് ദ മാപ്സ് കൊണ്ടൊരു പ്ലേലിസ്റ്റും. 2 പ്ലേലിസ്റ്റിലും ഒരെണ്ണത്തിൽ 1 വീഡിയോ, രണ്ടാമത്തേൽ 2 വീഡിയോ. അങ്ങനെ ഫസ്റ്റ് പക്ഷേ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ടെമ്പിൾ റണ്ണിങ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് നിൽക്കണത് എന്നുള്ളൂ. സോ എനിവേ പിന്നെ ഇന്നത്തെ വ്ളോഗ്, ഈ വ്ളോഗ് ഞാൻ രാവിലെ ചെയ്യണം വിചാരിച്ചു. പിന്നെ മടി പിടിച്ചിട്ട് തന്നെയാണ് കാര്യം. മടി പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ. ഇവിടെ തെങ്ങൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ട് കുറേ മാങ്ങകൾ കുറേ ഉണ്ട്. സോ ഇവിടെയൊക്കെ ഉണ്ടോ, ഇതാണ് ഇപ്പോൾ ഉണ്ടോ. ഇതൊന്നും നിങ്ങൾക്ക് പറ്റിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. ജസ്റ്റ് ഒന്നും കൂടി ഫുള്ളായി കാണിച്ചെന്നാണ് ഞാൻ ഒരു കിടക്കിടക്ക് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. കാരണം മൊത്തത്തിൽ ഇവിടെ സ്കൈ, ഇവിടെ ഇങ്ങനെ ചന്ദ്രനെ കാണാതെ മൂണിനെ കാണില്ല. ഇന്നലെ ഞാനൊക്കെ കണ്ടുകൊണ്ടാണ്, പക്ഷെ ഇപ്പല്ല. കണ്ടോ So that's the vlog we will gonna do. പിന്നെ ഇവിടെ ഇതുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നമ്മുടെ ബ്രദേഴ്സ് കസിൻസ് അങ്ങനെ അവരൊക്കെ വരും. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇന്നുണ്ടായ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ അവൾക്ക് യൂട്യൂബ് ചാനലില്ല. എൻ്റെ സിസ്റ്ററിന് ചാനലൊന്നും ഇല്ല, പക്ഷേ അടക്കപുത്തൂരാണ് വീട്. ബട്ട് അവൾ ഇൻട്രഡക്ഷൻ പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സോ അതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം വെറുതെ ഒരു വീഡിയോ കാണുന്ന പോലെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ടാകും. എനിക്ക് സപ്പോർട്ടായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ 1K. പിന്നെ നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ 1K ആണ്. 1K സബ്ബാണ്. ഓക്കെ. സോ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് അവരുടെ അടുത്തും സബ്ബും ലൈക്ക് ചെയ്യുക. അതിന് അവരുടെ ഫ്രണ്ട്സിനും അങ്ങനെ ഷെയർ ചെയ്ത് സബ് ചെയ്യാൻ പറയുക. നമ്മുടെ ഗോള് 1K ആണ്. 1K എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കുക ഗൈസ്. സോ പിന്നെ ഞാൻ ടെമ്പിൾ റണ്ണിൻ്റെ വീഡിയോ ഞാൻ ഇട്ടോള. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ചെയ്ത എന്തുവാടേ അത്, നമുക്കിനിയിപ്പോൾ ഇത് ഗോസ്റ്റ് വീഡിയോ ആക്കേണ്ടി വരുമോ? വേറെന്താ ഇങ്ങനെ പിന്നെ അത് പെയിൻ്റാക്കണ്ട. പിന്നെ ഇവിടെ ഒരു ടീലോൻ്റെ കുപ്പിയുണ്ട്. ടീലോ കുടിച്ചതിൻ്റെ ടീലോ അല്ല, ഏതൊരു 7up തന്നെയാണ്, പക്ഷേ വേറെ കമ്പനിയാണ്. ടീലോ അല്ല, ലെമണേഡ് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം. ലെമണൊന്നുമല്ല, വേറെന്തോ ഒരു 7up പോലെയൊക്കെ തന്നെ. അങ്ങനെ അവിടെ ചാക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ചാനലിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക.
ഞാൻ സബ് ചെയ്യാം. നിങ്ങൾ ചെയ്യണ്ടേ, പക്ഷെ ഞാൻ സബ് ചെയ്യാലോ. അല്ല അതല്ല ഞാൻ പറഞ്ഞേ, നിങ്ങൾ ചാനൽ സബ് ചെയ്യണം. പക്ഷെ അല്ലെങ്കിലും ആണെങ്കിലും ഞാൻ നിങ്ങളുടെ ചാനൽ സബ് ചെയ്യാം. നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ പറയുക ഏതാണെന്ന്. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം സബ്ബൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ടാവും അതിപ്പോൾ. അതുകൊണ്ട് തന്നെ ചെയ്യുക. എനിവേ ഇന്നിപ്പോൾ അത്രഞ്ഞേ ഉള്ളൂ. കുറേ എന്തൊക്കെയാണ് കുറേ പറയണമെന്നുണ്ട് ഇനിയും. അത് കുറേ ഡീറ്റെയിലിങ്ങിൽ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ സ്ക്രിപ്റ്റോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഞാൻ കുറേ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ അധികം അറിയില്ല. സോ ഈ വീഡിയോ റെക്കോർഡിങ് ആവുന്നു. ഞാൻ വിചാരിച്ചു റെക്കോർഡിങ്ങിനല്ലേ. അതെ ഇനിയിപ്പോൾ അത്രയും നേരം എടുത്തിട്ട് ഓണാക്കാൻ മറക്കുക അത്ര. സോ നമ്മുടെ സോളോ പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ക്യാമറ പിടിക്കാമെന്ന് വെച്ചാൽ കയ്യിപ്പോൾ വേണിക്കാണ് എന്നെ പിടിച്ചിട്ട്. സോ നമുക്കൊരു അടുത്ത ഞാൻ എന്തോ ഓർമ്മയില്ല പറഞ്ഞു. ഞാൻ നേരത്തെ വീഡിയോ കട്ട് ചെയ്ത് വീണ്ടും ഓക്കെ അങ്ങനെ. സോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് പറയണം എന്താ വെച്ചാൽ സബ് ഒന്നും നമ്മുടെ ചാനൽ അധികം ഇല്ല. ഞാൻ 5 സബ്ബേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ 1K ആക്കണം. 1 പിന്നെ ഒരു Kയും അത്ര മതി. അത്ര എന്നല്ല, പിന്നെ സബ് ഇപ്പം അത്ര മതി. പിന്നെ നിങ്ങൾക്കൊരു 2 അങ്ങനെ പതുക്കെ അങ്ങനെ മതി. സോ ഇപ്പോഴത്തെ ടാർഗറ്റ് നമ്മൾ മെയിൻലി വെച്ചിരിക്കുന്നത് 1K ആണ്. പിന്നെ നമ്മൾ സോളോ വ്ളോഗറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് വീഡിയോൻ്റെ സബ്സ്ക്രൈബിങ് ടാർഗറ്റ് 100K ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞത് ഒറ്റ ഒരു കാര്യമാണ്, ഇപ്പം കിട്ടും നോക്കിയിരുന്നോന്ന് സബ് 100K. അത് അവൻ നോക്കിയിരിക്കും. അതിപ്പോൾ എന്താ അവൻ അങ്ങനെ പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ സബ് ചെയ്യാത്തത് കൊണ്ടാണ് സംഭവം. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100K ഗീവ് അവേ ചെയ്യുന്നു. അതൊന്നും ചെയ്യാൻ പോണില്ല. അവൻ ഉടായിപ്പാണ് ആ കാര്യത്തിൽ. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോന് ശേഷം. ഞാൻ വെറുതെ പറഞ്ഞതാണ് 100K ഗീവ് അവേ എന്ന്. ഞാൻ അവനെ കളിയാക്കി ട്രോളിങ്ങിന് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പറഞ്ഞതാണ് ജസ്റ്റ്, അല്ലാതെ അതൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി അങ്ങനെയില്ല. പിന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിന്ന് വരാതിരിക്കാൻ ആണ് ഞാൻ ഒരു നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു ധൃതി ഉണ്ട് എനിക്കിപ്പോൾ. കാരണം ഫസ്റ്റ് അതിനിടയ്ക്ക് ഫസ്റ്റ് ആയതുകൊണ്ടാണ് പല കാര്യം അങ്ങനെ. കാരണം എൻ്റെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ പറഞ്ഞതൊരു ബാറ്റ്മാൻ്റെ ഒരു പ്ലഷി ഉണ്ട്. അത് വെച്ചിട്ട് അതിപ്പോൾ നിങ്ങൾ കുറേ പ്ലഷി വീഡിയോസ് അങ്ങനെ ഉണ്ടാവും. ആൾക്കാർ അതിൻ്റെ പ്ലഷിയുടെ പിന്നിൽ മുഴുവൻ അതിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് ആ പ്ലഷി സംസാരിക്കണ വീഡിയോസ് ഇടും. അതിപ്പോൾ നല്ല റീച്ചൊക്കെ കിട്ടുന്നൊരു സെറ്റപ്പാണ്. അതുപോലെ ഞാനും പറഞ്ഞിട്ട് വ്യൂസ് അത്യാവശ്യം ഉണ്ട്, പക്ഷെ ലൈക്കൊന്നും ഇല്ല. അത് ഞാൻ റിമൂവ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാം. ഗെയിമിങ്, ഗോസ്റ്റ് അങ്ങനെ ബന്ധപ്പെട്ടുള്ളൊരിത്, പിന്നെ വ്ളോഗിങ്, അതാണ് കണ്ടൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഞാനത് പിടിച്ച്. പക്ഷെ ഞാൻ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഡാൻസ് വീഡിയോയോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഇപ്പോൾ വേറെ വല്ല ചാനൽ എങ്ങനെ ഞാൻ വേറെ രീതിയിൽ ഇട്ടോളാം. ഇപ്പോൾ ഗെയിമിങ്ങുമായിട്ട് എങ്ങനെ ഇട്ടോളാം. പിന്നെ ഇപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഞാൻ വേറെയും കുറേ കാര്യങ്ങൾ സെക്കൻഡ് വ്ളോഗ് ഇതിനേക്കാളും ഞങ്ങൾക്ക് എന്തായാലും ഞാൻ വരുത്താം. 25-30 മിനിറ്റ്. ഇതിപ്പോൾ എത്രയാവോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇന്നൊക്കെയുള്ളൂ. എന്തായാലും ഈ വ്ളോഗിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇനി ഞാൻ പറഞ്ഞത് എന്തൊക്കെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എന്തൊക്കെ കുറേ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അത് വീഡിയോൻ്റെ എഡിറ്റിങ് അതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും. പിന്നെ എഡിറ്റിങ് അങ്ങനെ ഒരു ഇതിലാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അറിയാലോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും ലൈക്ക്, സബ്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.